ഇടുക്കി കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്താൻ കഴിയാതെ പോലീസ്. സാഗര ജംഗ്ഷനിലെ വീടിന് സമീപത്തെ തൊഴുത്ത് കുഴിച്ചുള്ള പരിശോധന അവസാനിപ്പിച്ചു. കുട്ടിയുടെ മൃതദേഹം മറവ് ചെയ്തതിൽ പ്രതി നിതീഷ് വ്യത്യസ്ത മൊഴികളാണ് നൽകിക്കൊണ്ടേയിരിക്കുന്നത്. കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി തൊഴുത്തിൽ കുഴിച്ചിട്ടുവെന്നാണ് നിതീഷ് ആദ്യം നൽകിയ മൊഴി. മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ ഇന്നലെ സ്ഥലത്തെത്തിയപ്പോൾ നിതീഷ് മൊഴി മാറ്റി. കുഴിച്ചിട്ട മൃതദേഹം പുറത്തെടുത്ത് കത്തിച്ചു കളഞ്ഞുവെന്നാണ് പുതിയ മൊഴി. ഇത് വിശ്വാസയോഗ്യമല്ലാത്തതിനാൽ കൂട്ടുപ്രതിയായ ബിഷ്ണുവിനെയും മാതാവ് സുമയെയും പോലീസ് ചോദ്യം ചെയ്തു. ഇവരിൽ നിന്ന് സമാനമായ മൊഴിയാണ് ലഭിച്ചത്. എങ്കിലും മൃതദേഹാവശിഷ്ടങ്ങൾ തൊഴുത്തിന്റെ തറയ്ക്കുള്ളിൽ ഇല്ല എന്നുറപ്പുവരുത്താൻ വീണ്ടും പരിശോധന നടത്തി. ഇരട്ടക്കൊലപാതകത്തിൽ പ്രതി നിതീഷ് കുറ്റസമ്മതം നടത്തിയെങ്കിലും നവജാത ശിശുവിന്റെ മൃതദേഹാവശിഷ്ടം കണ്ടെത്തേണ്ടത് അന്വേഷണത്തിൽ നിർണായകമാണ്. നിതീഷിന്റെ പുതിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ഏത് രീതിയിൽ മുന്നോട്ടു പോകണമെന്ന് ഉന്നതതലത്തിൽ ആലോചന നടക്കുകയാണ്. 24 ഇടുക്കി.